ഷൂ ധരിച്ച് പോലീസ് പള്ളിയിൽ കയറിയത്രേ. ഇതൊക്കെ ഇപ്പോഴേ പ്രശ്നമാക്കേണ്ടതുണ്ടോ? അവർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ അവർക്ക് ഭരിക്കാൻ കുറച്ചുകൂടി സമയം കൊടുക്കൂ, എല്ലാം ഇതിനേക്കാൾ ഗംഭീരമാക്കി തരും. അതാണ് പാരമ്പര്യം. ഒരു തലയെക്കെട്ട് കെട്ടിയ ഒരുത്തന്റെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പാണ്. ആ സോഷ്യൽ മീഡിയ കുറിപ്പിനൊപ്പം ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോ ആ ചിത്രത്തിൽ ഒരു വട്ടട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് വട്ടട്ട് വെച്ചിരിക്കുന്നത്? ആ കേറിയ പോലീസുകാരില് എല്ലാവരും ഷൂ ഇട്ടിട്ടല്ല കയറിയിട്ടുള്ളത്. അതിൽ ഒരുത്തനാണ് ഷൂ ഇട്ട് കയറിയിട്ടുള്ളത്. അവന്റെ കാല് ഇങ്ങനെ വട്ടട്ട് വെച്ചിട്ടുമുണ്ട്. ശരി, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോ ഇത് ഈ കുറിപ്പ് എഴുതിയത് ഒരു തലക്കെട്ട് കെട്ടിയവനാ. തലക്കെട്ട് കെട്ടിയവന് ഇതിൽ കണ്ട കാര്യം, കയറിയ പോലീസുകാരിൽ ഒരുത്തൻ ബൂട്ടിട്ട് കയറി പള്ളിക്കകത്ത് എന്നുള്ളതാണ് തലക്കെട്ട് കയറ്റാൻ കണ്ട ഒരു കാഴ്ച. അപ്പോ ഇവന്റെ തലക്കെട്ട് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇവന്റെ തലക്കെട്ട് എവിടെ നിന്നാ കിട്ടിയത്? കാരണം ഒരു തലക്കെട്ട് കെട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ അല്ലെ, ഈ തലക്കെട്ടും താടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് വെള്ളക്കുപ്പായും അല്ലെങ്കിൽ കന്തൂറ കമീസോ എന്താണെങ്കിലും അതൊക്കെ ഇട്ട് നടക്കുന്നവന് കണ്ണില് ആദ്യം പെടേണ്ട വിഷയം എന്താണ്? ഈ പോലീസുകാരിൽ കയറിയ ഒരാളുടെ കാലിൽ ബൂട്ട് ഉണ്ടായിരുന്നോ എന്നുള്ളതാണോ, അതോ ആ പോലീസുകാര് അവിടെ കയറാൻ അത്രയും പോലീസുകാര് ആ പള്ളിക്കകത്തേക്ക് യൂണിഫോം ഇട്ട പോലീസുകാരിപ്പോ നിസ്കരിക്കാൻ വരുന്ന പോലീസുകാരുണ്ട്, പ്രാർത്ഥിക്കാൻ വരുന്ന പോലീസുകാരുണ്ട്. അതല്ലാതെ ഈ പറയുന്ന പോലീസുകാര് യൂണിഫോമിൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആ പള്ളിയിലേക്ക് കയറാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് കാണുകയാണോ വേണ്ടത്? എന്താണെങ്കിലും ഇവന്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ആരുടെ? ഈ തലക്കെട്ട് കെട്ടിയവന്റെ കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ട്. കാരണം ഒരു പള്ളി എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് പറയുമ്പോൾ മറ്റൊരാളും കൂടി ഇത് പറയേണ്ടതായിട്ടുണ്ട്. ഇത് പറയുന്നത് മുമ്പോ ഇന്നലെ ഈ പള്ളിയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മരുമോൻ വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കുന്ന മരുമോൻ മുഹമ്മദ് റിയാസ് പള്ളിയിൽ ബൂട്ടിട്ട് കയറിയതിന് ഭയങ്കര പ്രശ്നമാണ്. ആർക്ക്? മുഹമ്മദ് റിയാസിന്. അതും നിങ്ങൾ ആലോചിക്കണം, കയറിയ പോലീസുകാരിൽ 99% ആളുകളും ബൂട്ട് അയച്ചു വെച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. അതിൽ ഒരാൾ ബൂട്ടിട്ട് കയറിയിരിക്കുന്നു, ചിലപ്പോൾ 2 ആൾ കയറിയിട്ടുണ്ടാവും. എന്താണെങ്കിലും മെജോറിറ്റിയും ബൂട്ട് അയച്ചു വെച്ചിട്ട് കയറിയിരിക്കുന്നു. 1-2 ആൾ കയറിയിട്ടുണ്ട്. അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ആ പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മുഹമ്മദ് റിയാസ് എന്ന് പേരുള്ളവൻ, എന്താണ് പേര്? മുഹമ്മദ് റിയാസ് എന്ന് പേരുള്ളവൻ വീണ വിജയൻ എന്ന് പറയുന്ന തൈക്കണ്ടി വിജയന്റെ മകളെ വിവാഹം കഴിച്ച്, അതും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിച്ച്, അത് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് വിവാഹമാണ്. ആ വിവാഹം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് പള്ളിയുടെ കാര്യത്തിൽ എന്താണ് ഇത്ര താല്പര്യം? പള്ളിയിൽ ബൂട്ടിട്ട് കയറി എന്നുള്ളതാണ്. ഇനി ഈ പള്ളിയുടെ യഥാർത്ഥമായ പള്ളിയുടെ ചട്ടക്കൂടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പള്ളിയില് ഒരു രീതിയിലുമുള്ള അനാവശ്യ സംസാരങ്ങൾ, തർക്കങ്ങളെന്നല്ല, പള്ളിയിൽ ഒരു രീതിയിലുമുള്ള അനാവശ്യ സംസാരങ്ങൾ പാടില്ല. ഇനി പള്ളിയിൽ ഇപ്പൊ ഒരാൾ പ്രസംഗിക്കുക എന്ന് കരുതുക, മൈക്ക് വെച്ചിട്ട് ഒരാൾ പ്രസംഗിക്കുക. ആ മൈക്ക് വെച്ച് പ്രസംഗിക്കുമ്പോ അത് മറ്റൊരാൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്. അയാൾക്ക് നിർബന്ധമായ ഒരു നിസ്കാരം അയാൾ അവിടെ നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള സമയത്ത് അയാളുടെ നിസ്കാരത്തിന് ഇത് തടസ്സമാവുമെങ്കിൽ ഈ പള്ളിയിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത് അല്ല വേണ്ടത്, നിസ്കാരം തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഈ പറയുന്ന ചർച്ചകൾ നടത്തുക, അതിനിപ്പോ തർക്കമല്ലാതെ വളരെ സൗഹൃദപരമായ രീതിയിൽ ഒരു അനാവശ്യ ചർച്ചകൾ നടത്തുന്നത് പോലും പള്ളി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അവിടെയാണ് ഈ ഉമ്മത്തിന്റെ ആളുകളായിട്ടുള്ള ആളുകൾ 2 വിഭാഗമായി ചേരി തിരിഞ്ഞിട്ട് ഈ പള്ളിയിൽ കയറിയിട്ട്
ഇത്തരത്തിൽ തർക്കമുണ്ടാക്കുകയും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ആക്രോശിക്കുകയും ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. ഈ പള്ളിയുടെ അകത്തേക്ക് അവിടേക്ക് പോലീസിനെ വിളിച്ചു വരുത്തിയത് ആരാണ്? ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ. പള്ളിയുടെ അകത്ത് പള്ളിയുടെ മര്യാദയെ മറികടന്നുകൊണ്ട് തർക്കങ്ങളും ബഹളങ്ങളും എന്താ പറയേണ്ടത് വാദപ്രതിവാദങ്ങളും ഒക്കെ നടത്തിയത് ആരാണ്? ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ. ആരാണ് പള്ളിയെ നിന്ദിച്ചത്? ആ ബൂട്ടിട്ട് കയറിയ ഒന്നോ രണ്ടോ പോലീസുകാരനാണോ? അല്ലെങ്കിൽ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ഇപ്പോ ഈ പോലീസുകാരും വന്നില്ലെന്ന് കരുത്, ഈ പള്ളിയിൽ ഉണ്ടാക്കിയ അടിക്ക് എന്താണ് ന്യായം? പള്ളിക്കകത്ത് വെച്ച് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ന്യായം ആരുടെ ഭാഗത്ത് ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒരു അന്യായം അവിടെ ഉണ്ടായി അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ അത്രയും എന്ന് തന്നെ വെക്കുക. എന്നാൽ പോലും അത് പള്ളിക്ക് പുറത്ത് വെച്ച് ചെയ്യണമായിരുന്നു. പള്ളിക്കകത്ത് വെച്ച് ഈ കാട്ടിക്കൂട്ടിയതിന് ആരാണ് ഉത്തരവാദി? അപ്പോ ഈ മാമ്പാട്ടുകാരൻ സഖാഫിയുടെ കണ്ണില് ആ കാഴ്ച കാണാതെ പോയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാഴ്ച പരിമിതിയുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാ. കാരണം മാമ്പാട്ടുകാരൻ സഖാഫിക്ക് കാണേണ്ടിയിരുന്നത്, ബൂട്ടിട്ട് കയറിയത് കാണുന്നതിന് മുമ്പ് മാമ്പാട്ടുകാരൻ സഖാഫി കാണേണ്ടിയിരുന്നത് അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കാണുകയായിരുന്നു വേണ്ടത്. അത് കണ്ടില്ല മാമ്പാട്ടുകാരൻ സഖാഫി. അത് കാണൂല. കാരണം എന്താ? ഇവരെ പോലെയുള്ള ആളുകൾ കാരനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്ന ആളുകൾ ഇവനെ പോലെയുള്ള ആളുകളാണ്. അതുകൊണ്ട് അവൻ അത് കാണൂല. അപ്പൊ പോലീസുകാരൻ ബൂട്ടിട്ട് കയറിയത് അവൻ കണ്ടു. ഇനി ഈ മാമ്പാട്ടുകാരൻ സഖാഫിയോട് ഈ മാമ്പാട്ടുകാരൻ തളിപ്പറമ്പ് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങൾ, പാനൂര് പോലെയുള്ള തളിപ്പറമ്പ് പോലെയുള്ള ചില പ്രദേശങ്ങളുണ്ട്. ഞാൻ ആ സ്ഥലപ്പേര് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഈ തളിപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, പാനൂരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. സഖാക്കളുടെ വാശി കാരണം അല്ലെങ്കിൽ സഖാക്കളുടെ ഭീഷണി കാരണം ഇന്നും മൈക്കിൽ ബാങ്ക് വിളിക്കാൻ സാധിക്കാത്ത, സംഘപരിവാറുകാരൻ്റെതല്ല, സഖാക്കളുടേത്. പള്ളി പൂട്ടിയിട്ട, പള്ളി നിർമ്മിച്ച് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ പൂട്ടിയിടേണ്ടി വന്ന പള്ളികൾ ഇന്നും അവിടെയുണ്ട്. ആ വിഷയത്തില് മാമ്പാട്ടുകാരൻ സഖാഫിക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത്. അപ്പോ ഈ വിഷയത്തില് പോലീസുകാരെ ഒരു രീതിയിലും, പോലീസുകാരൻ ചെയ്തു തെറ്റാ, പക്ഷെ കുറ്റം പറയാൻ പറ്റൂല. തെറ്റാണ്, അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം പൂട്ടിട്ട് കയറാൻ പാടില്ല. അവൻ കയറി, ശരി, അത് തെറ്റാണ്. പക്ഷേ അതിന് സാഹചര്യം ഉണ്ടാക്കിയത്, അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്, ഈ പള്ളിയെ കുറിച്ച് അറിയുകയും ഈ പള്ളിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിന്റെ ചട്ടക്കൂടുകൾക്ക് അകത്ത് നിൽക്കുകയും ചെയ്യേണ്ട ആളുകളാണ് എന്നുള്ളത്. രണ്ടാളും ഒരു കൈ തട്ടിയാല് ശബ്ദം ഉണ്ടാവില്ല, ഇങ്ങനെ കാറ്റ് മാത്രം വരും നമ്മളെ മോന്തേല്. രണ്ട് തട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ രണ്ട് കൂട്ടിലും കാരണം ആ പ്രശ്നം, ഈ തർക്കം, ഈ കയ്യാങ്കളി, ഇതൊക്കെ നടത്തേണ്ടിയിരുന്നത് പള്ളിക്ക് പുറത്ത് വെച്ചായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ആ പള്ളിക്കകത്ത് ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട്, ഈ ഹംകിങ്ങൾ കാണിച്ചു വെച്ചിട്ട് തലയെക്കെട്ട് കെട്ടിയോന് അത് കാണാൻ കഴിയുന്നില്ല. ഓന്റെ കണ്ണിന് പരിമിതിയാ. ഓനക്ക് ആകെ കാണാൻ കഴിയുന്നത് ബൂട്ടിട്ട് കയറിയോനെ മാത്രം. അവിടെയും നിങ്ങൾ ആലോചിക്കണം, ബൂട്ട് ഇടാതെ കയറിയ, ബൂട്ട് അഴിച്ചു വെച്ച് കയറിയ ഒരു കുറെ പോലീസുകാരുണ്ട്. അവരെ കാലൊന്നും കാണുന്നില്ല, കാണുന്നത് ബൂട്ടിട്ട് കയറിയ പോലീസ് തന്നെ. അപ്പോ അത് ആ പോലീസുകാരുടെ പ്രശ്നമാണോ, ഈ കണ്ണിന്റെ പ്രശ്നമാണോ, ഈ കാണുന്നവന്റെ പ്രശ്നമാണോ? കാണുന്നവന്റെ പ്രശ്നം. കാരണം കാണുന്നവൻ അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം. ഒരു ഉദ്യോഗസ്ഥൻ ബൂട്ടിട്ട് കയറി എന്നതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ആ പള്ളിയെ നിന്ദിച്ചു എന്നുള്ളത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പിണറായി വിജയന്റെ മരുമോനോടും പറയാനുള്ളത്, തൽക്കാലം മരുമോൻ അങ്ങോട്ട് മാറി നിൽക്കുക. മരുമോന് കുടുംബജീവിതത്തിൽ നല്ല ഉഷാറായിട്ട് പോകട്ടെ. അതിലൊന്നും ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. മരുമോൻ ഇപ്പൊ വീണയെ കെട്ടിയത് കൊണ്ടൊന്നും നമുക്ക് ആർക്കും ഒരു തർക്കമൊന്നുമില്ല. അതൊക്കെ നല്ല ഉഷാറായിട്ട് പോയിക്കോട്ടെ. പക്ഷെ മരുമോൻ എന്താക്കരുത്, ഈ കാര്യത്തിൽ അഭിപ്രായം പറയരുത്. കാരണം മരുമോൻ അത് പറയാനുള്ള വോയിസ് ഇല്ല. കാരണം മരുമോൻ പോലും, അല്ലെങ്കിൽ മരുമോൻ എന്താക്കുക,
ഈ പറയുന്ന പലതും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് ദീനിനെ പരസ്യമായി വെല്ലുവിളിച്ച് നടക്കുന്ന മരുമോൻ പള്ളിയുടെ കാര്യത്തിൽ എന്താണ് ഇത്ര വലിയ ഒരു ശുഷ്കാന്തി മരുമോന്? പള്ളിയെ വെല്ലുവിളിച്ചത് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളാ. ആ പള്ളിയില് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ആളുകൾ തന്നെയാണ് ആ പള്ളിയെ വെല്ലുവിളിച്ചത്. ആ പള്ളിയുടെ മര്യാദക്ക് എതിരായി പ്രവർത്തിച്ചത് ആ പള്ളിയിൽ വന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പോലീസുകാരന്റെ ബൂട്ട് അവിടെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാ. അപ്പോ പലർക്കും പല രീതിയിലാ. അപ്പോ ഈ ബൂട്ടിട്ട് കയറിയതില് പ്രശ്നം എന്താണ്? വഹാബിന്റെ പ്രശ്നം എന്താണ്? വഹാബിന്റെ പ്രശ്നം ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾ അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്കൂ. വഹാബെ, കുരു പൊട്ടിയിട്ട് കാര്യമില്ല, 3 മാസേ ആയിട്ടുള്ളൂ, 100 ദിവസേ പിന്നിട്ടിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു 5 വർഷത്തിൽ 100 ദിവസം കഴിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര ദിവസം ബാക്കിയുണ്ട് എന്നുള്ളത്. അത്രയും ദിവസം ഇനിയും ബാക്കി കിടക്കുകയാണ്. അപ്പൊ വഹാബ് കുരു പൊട്ടിയിട്ട് കാര്യമില്ല, അത്രയും ദിവസം അവിടെ ഇരിക്കുക തന്നെ ചെയ്യും. വഹാബിന്റെ കുരുപൊട്ടല് ദീനിന് വേണ്ടിയിട്ടല്ല, എന്തായാലും ദീനിനും വേണ്ടിയിട്ടുമല്ല, പള്ളിക്ക് വേണ്ടിയിട്ടുമല്ല. ആ കാര്യം ഉറപ്പാ. അത് വഹാബിന്റെ വർത്താനത്ത് തന്നെ മനസ്സിലായല്ലോ. വഹാബിന്റെ പ്രശ്നം, വഹാബിന് വഹാബ് ആഗ്രഹിച്ച കാര്യം എന്തോ നടന്നില്ല, അതുകൊണ്ടുള്ള ഒരു വലിയ കുരുപൊട്ടൽ. പിന്നെ മരുമോൻ പറഞ്ഞു കേട്ടു കഴിഞ്ഞ 10 വർഷം കാണാത്ത കാഴ്ചയാണെന്ന്. എടാ മരുമോനെ, മനസ്സിലാക്കേണ്ടത് എന്തറിയോ? കഴിഞ്ഞ 10 വർഷമല്ല, ഇസ്ലാമിന്റെ ചരിത്രത്തില് തന്നെ കാണാൻ കഴിയാത്ത, കേരള മുസ്ലിമിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയാത്ത കാഴ്ചയാണ് ആ പള്ളിയിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരള മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തില് ഇന്ന് വരെ ഇങ്ങനെ ഒരു അടിപിടി പള്ളിക്കകത്തുണ്ടായിട്ടില്ല. അതുണ്ടാക്കിയതാരാ? അത് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെയാ. അപ്പോ കഴിഞ്ഞ 10 വർഷം കാണാത്ത കാഴ്ചയല്ല കണ്ടത്, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാത്ത കാഴ്ചയാണ് കണ്ടത് എന്നുള്ളത് മരുമോനും കൂടി ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന എന്താ സംഭവം വഹാബിനെ പോലെ തന്നെ മരുമോനും അസ്വസ്ഥനാണ്. കാരണം അമ്മായപ്പൻ ലിഫ്റ്റ് വെച്ച ബസ്സില്, ബാത്റൂം ഫിറ്റ് ചെയ്ത ബസ്സില് അമ്മായപ്പൻ ഒരു 10-100 വാഹനങ്ങളുടെ അകമ്പടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നതാ. ആ അമ്മായപ്പൻ ഇന്ന് തെരുവിലൂടെ തെരുവ് പട്ടി അലയും പോലെ അലയാ. മരുമോന് സഹിക്കുവോ? മരുമോന് മാത്രമല്ലല്ലോ, ഈ പറയുന്ന കൃമികീടം വഹാബിന് സഹിക്കുന്നില്ലെങ്കിൽ പിന്നെ മരുമോന്റെ വേദന എത്രത്തോളായിരിക്കും ആലോചിക്കണം. വഹാബിനാണോ കൃമികീടം, വഹാബിനാണോ വേദന ഉണ്ടാവുക കൂടുതൽ, അതോ മരുമോനിക്കാണോ കൂടുതൽ വേദനിക്കുക? ഓഫ് കോഴ്സ് മരുമോനായിരിക്കുമല്ലോ. പിന്നെ മരുമോനെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മാച്ചൻ തെരുവിലൂടെ അലയുന്നത് മാത്രമല്ല, ഭരണം പോയതിൽ പിന്നെ കുടുംബത്തിലാ പ്രശ്നം. അമ്മായപ്പൻ തെരുവിൽ അലയുന്നത് മാത്രമല്ല പ്രശ്നം, കുടുംബത്തില് ഭാര്യക്ക് പ്രശ്നമാണ്, കമലക്ക് പ്രശ്നമാണ്, മരുമോന് പ്രശ്നമാണ്, അമ്മായപ്പന് പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ തീയാ. അതെന്തുകൊണ്ടാ തീ ഉണ്ടായത്? ഭരണം നഷ്ടമായതുകൊണ്ട്. ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഈ തീ പിടിക്കില്ലായിരുന്നു. ഭരണം നഷ്ടപ്പെട്ടപ്പോ ആ തീ ആളിക്കത്താൻ തുടങ്ങി. അത് തന്നെയാണ് മരുമോന്റെ പ്രശ്നം. അപ്പോ മരുമോൻ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോ ആ കത്തുമ്പോ എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇത്തരം ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്ക്, മരുമോനെ പോലെ ഈമാനുള്ള ഒരു വ്യക്തി കേരളത്തിൽ ഇപ്പൊ വേറെ ഉണ്ടാവുമോ? എന്തേ പള്ളിയുടെ കാര്യം വന്നപ്പോ മരുമോൻ അങ്ങനെ രക്തം തിളക്കുക. ഏത് ദീനിനെ പരസ്യമായി വെല്ലുവിളിച്ച് നടക്കുന്നവന് പള്ളിയുടെ കാര്യം വന്നപ്പോ രക്തം തിളക്കുന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. തലക്കെട്ട് കെട്ടിയോന് പള്ളിയിലെ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകള് ബഹളമുണ്ടാക്കിയപ്പോ, അടിയുണ്ടാക്കിയപ്പോ, തർക്കിച്ചപ്പോ പള്ളിക്കകത്ത് നിന്ന് അതിന്റെ എല്ലാ മര്യാദകളെയും മാന്യതകളെയും കാറ്റിൽ പറത്തി ആ പള്ളിയെ നിന്ദിച്ചപ്പോ ആ നിന്ന കാണാത്ത തലക്കെട്ട് കെട്ടിയോൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും ഒരാള്. വഹാബ് ഇട്ട ഫോട്ടോയില് ഒരൊറ്റ ഉണ്ടാവുള്ളൂ, അവിടെ 100 കണക്കിന് പോലീസുകാർ ഉണ്ട്. ആ പോലീസുകാരൊന്നും ബൂട്ടിട്ടിട്ടില്ല, ഒരുത്തം ബൂട്ടിട്ടിട്ടുണ്ട്. അതാണ് വഹാബ് കണ്ടതും. അപ്പൊ വഹാബിന്റെ കാഴ്ചക്കും പ്രശ്നമുണ്ട്, ഈ പറയുന്ന മരുമോന്റെ ഈമാനിലും പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.